ഒരു കാര്യം കണ്ടു എന്നുള്ളതുകൊണ്ട് നമ്മൾ വിശ്വസിക്കില്ല. ഇപ്പോൾ ആകാശം നമ്മൾ കാണുന്നുണ്ട്, ആകാശമാണ് എന്ന് തന്നെയാണ് കാണുന്നത്, പക്ഷേ ആകാശം ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. ഭൂമി പരന്നതാണ് എന്നാണ് നമ്മൾ കാണുന്നത്, പക്ഷേ ഭൂമി പരന്നതാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. സൂര്യൻ ഉദിച്ചുയരുന്നു എന്ന് തന്നെയാണ് കാണുന്നത്, പക്ഷേ സൂര്യൻ ഉദിക്കുന്നു എന്ന് നമ്മൾ കാണുന്നില്ല, നമ്മൾ അംഗീകരിക്കുന്നില്ല. അപ്പോൾ ഈ നിരീശ്വരവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുന്നത് വിശ്വസിക്കുക എന്നുള്ളതല്ല, ഈവൻ അനുഭവിക്കുന്നത് വിശ്വസിക്കുക എന്നുള്ളത് പോലും അല്ല. നിങ്ങൾക്ക് പലതരം അനുഭവം ഉണ്ടാവും. ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്ന് പറയുന്നൊരു അനുഭവമാണ്. പല കാര്യങ്ങളും നിങ്ങൾ അനുഭവിക്കുന്നുണ്ടാകാം, പക്ഷേ ആ അനുഭവത്തെ അടിസ്ഥാനമാക്കിയല്ല നാസ്തികതയിലോ അല്ലെങ്കിൽ സയൻസിലോ ഒന്നും തന്നെ ഒരു കാര്യം തെളിയിക്കുന്നു. ഇത് ഒരല്പം സീരിയസ് ആയിട്ടാണ് ഞാൻ പറയുന്നത്. കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതും അല്ല ഒരു കാര്യത്തിൻ്റെ തെളിവ്. ഇനി ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യാം. അപ്പോൾ അത് ഉണ്ടെങ്കിൽ അങ്ങനെ സാധ്യമാണ്. ഇനി ഉണ്ടെങ്കിലും ചിലപ്പോൾ സാധ്യവുമല്ല. ആറ്റം ഉണ്ട്, പക്ഷെ ആറ്റം കാണാൻ സാധിക്കില്ല. ഇലക്ട്രോൺ ഉണ്ട്, പക്ഷെ ഇലക്ട്രോൺ കാണാൻ സാധിക്കില്ല, പക്ഷേ ഇലക്ട്രോൺ അനുഭവിക്കാൻ കഴിയും. ഇലക്ട്രോണിൻ്റെ ഫ്ലോ നമുക്ക് അറിയാൻ കഴിയും. ഇത് നമ്മളിവിടെ കാണുകയും ചെയ്യുന്നു. അപ്പം അനുഭവവും കാണലും കേൾക്കലും ഒന്നും അല്ല തെളിവുകൾ എന്നാണ്